ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് വേളാങ്കണ്ണി ഈ തീർത്ഥാടനം കേന്ദ്രം നവനാൾ ആചരണം നടത്തുമ്പോൾ അതിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ ഒന്നാം ദിവസം നേരുകയാണ്. അപ്പോക്രിഫൽ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതായത് ബൈബിളിൽ പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും, അങ്ങനെ 73 പുസ്തകങ്ങൾ. ബൈബിളിൽ 73 പുസ്തകങ്ങൾ, പഴയ നിയമത്തിൽ 46, പുതിയ നിയമത്തിൽ 27. ഇത് കാനോനിക്കലായിട്ട് അംഗീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. നമ്മൾ മറ്റു വിഭാഗക്കാരുടെ ബൈബിളിൽ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളെ കാണുള്ളൂ. പ്രത്യേകിച്ച് പെൻഡക്കോസ്റ്റൽ ബൈബിളിലും 39 പുസ്തകങ്ങളെ പഴയ നിയമത്തിൽ കാണുകയുള്ളൂ. ഇപ്പോൾ റോമൻ അല്ലെങ്കിൽ നമ്മൾ കത്തോലിക്ക സഭ ഈ പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. ഇനി ഇത് കൂടാതെ ചില പുസ്തകങ്ങളുണ്ട്, അത് ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനൊരു പുസ്തകമാണ് ജെയിംസിൻ്റെ പ്രോട്ടോ എവങ്കേലിയം ഓഫ് ജെയിംസിൻ്റെ പ്രഥമ സുവിശേഷം. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അതിൽ മറിയത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമ്മളിന്ന് കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് ഈ നവനാളിൻ്റെ ഒന്നാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറിയത്തിൻ്റെ ബാല്യകാലം, മറിയത്തിൻ്റെ മാതാപിതാക്കളായ അന്നയും ജോവാക്യമും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അവരെങ്ങനെ പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാണ് മറിയം. അപ്പം ഒരുപക്ഷെ അവർ നേർന്നിരിക്കണം. സാമുവലിൻ്റെ 1-ാം പുസ്തകത്തിൽ അന്ന സാമുവലിന് വേണ്ടി പ്രാർത്ഥിച്ച് നേർന്ന് കാത്തിരുന്നത് പോലെ, സാമുവലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർന്നു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത്. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഇത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗമാണ്. 1 സാമുവേൽ 1-ാം അധ്യായം 1 മുതൽ 20 വരെ ബെഡ്റൂമിലിരുന്നൊന്ന് വായിച്ചു നോക്കി. ഇതിൻ്റെ ഒരു അഭിഷേകം ചിലപ്പോൾ നിറയും. 20-ാമത്തെ വാക്യം, ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. അപ്പോൾ ഈ അന്നയും ജോവാക്യമും പുതിയ നിയമത്തിൽ നമ്മുടെ ഈശോയുടെ അപ്പൂപ്പനും അമ്മുമ്മയുമായ അന്നയും ജോവാക്യം അവർ മറിയമെന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാമെന്ന് നേർന്നു. ആ ഒരു സംഭവം ഈ ജെയിംസിൻ്റെ പ്രഥമ സുവിശേഷമെന്ന് അപ്പോക്രിഫൽ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. നമ്മളതൊരു തിരുനാളായിട്ട് ആചരിക്കുന്നുമുണ്ട്. നവംബർ 21-ാം തീയതി മറിയത്തിൻ്റെ സമർപ്പണ തിരുനാളാണ്. ദേവാലയത്തിൽ മറിയത്തെ കൊണ്ട് സമർപ്പിച്ചു. ഈശോയെ സമർപ്പിക്കുന്ന തിരുനാൾ ഫെബ്രുവരി 2-ആണ്. ഫെബ്രുവരി 2 ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന തിരുനാൾ ഫെബ്രുവരി 2-ആണ്. മറിയത്തിൻ്റെ മാതാപിതാക്കൾ സമർപ്പിച്ച തിരുനാൾ നവംബർ 21-ആണ്. അപ്പം അവരുടെ ഒരു സമർപ്പണം ഒന്ന് ചിന്തിച്ച് എത്ര സുന്ദരമാണ്. പഴയ നിയമത്തിലെ അന്ന സാമുവലിനെ സമർപ്പിച്ചതുപോലെ, സാമുവൽ ഉണ്ടായാൽ ദേവാലയത്തിൽ സമർപ്പിക്കാമെന്ന് പറഞ്ഞതുപോലെ, ഇവിടെ നമ്മൾ കേരളത്തിൽ പറയുന്ന ഒരു രീതിയാണ് അടിമ സമർപ്പണം. ഇപ്പം ഇവിടെ പലരും അച്ഛന്മാരെന്നോട് ചോദിച്ചു, മറ്റു ഭാഷകളിലുള്ള അച്ഛന്മാർ മലയാളികൾ വന്നിട്ട് അടിമ വെക്കുവോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. അങ്ങനൊരു കാര്യം ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിലാണത് ഉള്ളത്, അടിമ. യഥാർത്ഥത്തിൽ അടിമ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് മാത്രമല്ല. അടിമ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന് പ്രതിഷ്ഠിച്ചോളാം എന്നാണ്. ചില ആളുകൾ അതിനെ പ്രതീകാത്മകമായിട്ട് പള്ളിയിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരിടത്തും പോകാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതാണ്. അങ്ങനെ അടിമ വെച്ചോളാമെന്ന് നേർന്നു. നമുക്കങ്ങനെ കൊച്ചുങ്ങളെ അങ്ങനെ നേരാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് ജീവിതകാലം മുഴുവൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ, അതാണ് എൻ്റെ ഒരു സെക്കൻഡ് അച്ഛൻ്റെ പ്രാർത്ഥന മാത്രമല്ല.
അടിമ സമർപ്പണം അങ്ങനെയല്ല. അത് മാത്രമല്ല, അത് അപ്പം തന്നെ തീരും, 1 സെക്കൻഡ് കൊണ്ട് അത് തീരും. 1 സെക്കൻഡ് കൊണ്ട് തീരുന്ന സമർപ്പണമോ? ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട സമർപ്പണമല്ലേ? മക്കളെ, ദൈവം തന്ന മക്കളല്ലേ, നമ്മുടെ കഴിവുകൊണ്ടുണ്ടായതല്ലോ, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മക്കൾ. സങ്കീർത്തനം 127:3 കർത്താവിന് ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ദൈവത്തിൻ്റെ സമ്മാനമാണ് മക്കൾ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് അവർക്കറിയാം ഒരു കൊച്ചില്ലാത്തതിൻ്റെ വിഷമം അവർക്കറിയാം. കുഞ്ഞുങ്ങളുള്ളവർക്ക് സ്വാഭാവികമായി ആ സമയക്രമത്തിൽ കുഞ്ഞുങ്ങളുണ്ടായവർക്ക് ചിലപ്പോൾ അതിൻ്റെ വില മനസ്സിലായിട്ടുണ്ടാകിയല്ല. കാത്തുകാത്തിരുന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ളവരുടെ വിഷമവും അതിനവർ കൊടുത്തിട്ടുള്ള വിലയും. മക്കളെ വളർത്തുക, വിദ്യാഭ്യാസം കൊടുത്ത പ്രാർത്ഥനയിൽ വളർത്തുക എന്നത് അത് എഴുതപ്പെട്ട നിയമമൊന്നുമല്ല. അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ തല്ലാനൊന്നും വരില്ല. പക്ഷേ അത് കടമയാണ്, എഴുതപ്പെടാത്ത അലിഖിത നിയമമാണത്. മക്കളെ വളർത്തണമെന്നുള്ളത്, മക്കളെ വളർത്തണം. അത് അങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഇന്നത്തെ ദിവസം സൂക്ഷിക്കുക. അപ്പം മറിയം ഇങ്ങനെ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട നാൾ മുതൽ വിശുദ്ധ ഗ്രന്ഥ പഠനം മറിയം നടത്തിയിരുന്നു. വിശുദ്ധ ഗ്രന്ഥ പഠനം അത് മറിയത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥ പഠനം മറിയം നടത്തിയിരുന്നു. കാരണം ചെറുപ്പം മുതൽ ദേവാലയത്തിലല്ലേ. ഇനി മറിയത്തിൻ്റെ ഈ മറിയം മക്കളുടെ പ്രകാശം, ജ്ഞാനത്തിലും സ്നേഹത്തിലും മക്കളെ വളർത്തുന്നതിനുള്ള മക്കളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് മറിയമെന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ മറിയത്തിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മളെ മക്കൾക്ക് വേണം. ഇന്ന് മക്കൾ രാത്രി നന്നായിട്ടൊന്നും ഉറങ്ങിയില്ല. കാരണം അവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. മാതാപിതാക്കൾ അറിയില്ല, അവർക്ക് സെപ്പറേറ്റ് മുറികളൊക്കെ ഉണ്ടാവും. അവരങ്ങനെ മുറിയിലേക്ക് പോകും, അവരിങ്ങനെ കുറേ നേരം ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഉറങ്ങുന്നത് ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ മക്കൾ ഉറങ്ങണം. എന്നാൽ നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ ബ്രെയിനിന് നല്ല റെസ്റ്റ് കിട്ടുകയുള്ളൂ. ബ്രെയിനിന് റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ ബുദ്ധിശക്തി, ഓർമ്മശക്തി, പ്രസൻസ് ഓഫ് മൈൻഡ്, അതായത് പഠിക്കുമ്പോൾ മനസാന്നിധ്യം ഉണ്ടാകുക. ഇപ്പോൾ നമ്മൾ പലരും പറയാറില്ല കുർബാന സമയത്ത് പല വിചാരമാണെന്ന്. അത് ചിലപ്പോൾ യാത്രാക്ഷീണമുള്ളത് കൊണ്ടായിരിക്കാം. യാത്രാക്ഷീണമുള്ളവർ ഇരിക്കുമ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നല്ല അലർട്ടായിട്ട് പഠിക്കാൻ സാധിക്കണമെങ്കിൽ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. മറിയത്തിന് ആ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ വന്നപ്പോഴും, ഗബ്രിയേൽ ദൂതൻ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണല്ലോ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. സംശയം ചോദിക്കുന്ന കണക്ക് ഒരു കുഞ്ഞിനെ പോലെ മറിയം ചോദിച്ചു, എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ചോദിക്കണം, അറിയാത്ത കാര്യങ്ങൾ അധ്യാപകരോട് മാതാപിതാക്കളോട് ചോദിച്ച് പഠിക്കണം. അറിയാത്തത് ഊഹിച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ മറിയം ഗബ്രിയേൽ മാലാഖയോട് ചോദിച്ചു. അപ്പോൾ ഗബ്രിയേൽ മാലാഖ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ ഉടനെ ഞാൻ വീട്ടിലെ അപ്പനോടും അമ്മയോടും ചോദിച്ചിട്ട് പറയാം. അങ്ങനെയല്ല, ആ സമയത്ത് ചില കുഞ്ഞുങ്ങളുണ്ട് ബ്ലസ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും അവർ വളരെ അലർട്ടാണ്. മാതാപിതാക്കൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുമ്പോഴും കുട്ടികൾ ചിലപ്പോൾ ആ സമയത്ത് നല്ല അലർട്ടാണ്. അത് പ്രസൻസ് ഓഫ് മൈൻഡാണ്. ചിലപ്പോൾ അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഗുഡ് മോർണിംഗ് ഫാദർ, ബൈ ഫാദർ എന്നൊക്കെ പെട്ടെന്ന് തന്നെ പറയും അവർ. അത് അവരുടെ സ്പോണ്ടേനിറ്റിയാണ്. അതാണ് മറിയത്തിൻ്റെ ഗുണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പറഞ്ഞത് അത് മറിയത്തിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. പഠിക്കുന്ന മക്കൾക്ക് പഠിക്കുന്ന സമയത്ത് പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. നമ്മളിപ്പോൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടുക്കളയിലെ കഞ്ഞിയും കറിയും വെക്കുമ്പോഴേ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ ഉപ്പുകൂടിപ്പോവും. പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. നമ്മൾ എന്താ ചെയ്യുന്നത് ആ കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ വേണം. മറിയം മാലാഖയുടെ മുമ്പിൽ ഇരുന്നപ്പോൾ മാലാഖയുടെ മുമ്പിൽ മറിയത്തിന് നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. പല വിചാരമല്ല, ശ്രദ്ധ വേണം. അതാണ് കുരിശിൻ്റെ ചുവട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ, കുരിശിൻ ചുവട്ടിലേക്ക് നടക്കുമ്പോഴും കുരിശിൻ ചുവട്ട് നിൽക്കുമ്പോഴും ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങുമ്പോഴും മറിയത്തിന് ശ്രദ്ധയുണ്ടായിരുന്നു. മറ്റുള്ളവർ അപ്പോസ്തലന്മാരെ ശിഷ്യന്മാർ ഓടിമറിഞ്ഞപ്പോഴും മറിയത്തിന് നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. മറിയത്തിന് നല്ല മനക്കരുത്തുണ്ടായിരുന്നു. മറിയം അത് നമുക്ക് വേണം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് മനക്കരുത്ത് വേണം. അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോവും. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ പറ്റിയല്ല. പഠിക്കാതെ അത്ര കണ്ടങ്ങൊന്നും ഇല്ല. ആർക്കാ എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുന്നത്? അപ്പോൾ അത്ര കണ്ടങ്ങൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ പരീക്ഷ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പാനിക്കായി പോകാതെ ആ സിറ്റുവേഷനിൽ അതിന് ഉചിതമായ രീതിയിൽ അതിന് പ്രത്യുത്തരം കൊടുക്കാൻ, അതിന് ആൻസർ എഴുതി വയ്ക്കാൻ അത് സാധിക്കും. മനക്കരുത്തുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക ശക്തിയാണ് മനക്കരുത്ത്. അത് മറിയത്തിനുണ്ടായിരുന്നു. കുരിശിൻ്റെ വഴിയിലൂടെ നമുക്ക് നടക്കാൻ പറ്റുമോ? സ്വന്തം മകൻ കുരിശിൻ ചുമന്നുകൊണ്ട് പാടുവീടകളായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുമോ? അങ്ങനെ
മറിയം നടന്നുപോയി. അതാണ് മനക്കരുത്ത്, മറിയത്തിൻ്റെ മനക്കരുത്ത്. ഇനി നമുക്ക് നല്ല ഹാർഡ് വർക്ക് വേണം. പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കും. പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പല വിചാരം ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ കാമുകിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാമുകനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെക്കേഷന് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. പല പല കാര്യങ്ങൾ, കൂട്ടുകാർ വിളിക്കുന്നു, കൂട്ടുകാരെക്കുറിച്ച് ചിന്ത, ഇങ്ങനെ പല പല. ഇനി വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും പഠന സമയം തള്ളി നീക്കിയിട്ട് വൈകുന്നേരം കളിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പല വിചാരം വന്നുകൊണ്ടിരിക്കും. അപ്പം പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. വേറൊന്നും ചിന്തിക്കില്ല, ഹാർഡ് വർക്ക്, നന്നായിട്ടും അധ്വാനിക്കണം. അതാണ് മറിയത്തെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഗബ്രിയേൽ മാലാഖ വന്ന ദിവസം തന്നെ, ആ ദിവസങ്ങളിൽ, ലൂക്ക 1:39, ആ ദിവസങ്ങളിൽ മറിയം തിടുക്കത്തിൽ ഒരു മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. ആ ദിവസങ്ങളിൽ ഇനി ഒരാഴ്ച കഴിയട്ടെ, ഗബ്രിയേൽ മാലാഖ വന്ന് മറുപടിയൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചു പോയി. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് എലിസബത്തിൻ്റെ അടുക്കൽ പോകാമെന്നല്ല. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം. അടുത്ത ദിവസത്തേക്കല്ല മാറ്റിവെക്കേണ്ടത്. അന്നന്ന് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. ആ ദിവസങ്ങളിൽ തന്നെ അന്നന്ന് തന്നെ പഠിക്കണം, അന്നന്ന് തന്നെ. ഇനി നാളെ ഒരാഴ്ച പരീക്ഷ വരെ കാത്തിരിക്കരുത്. പരീക്ഷ വരെ കാത്തിരിക്കുന്ന കുട്ടികൾ മടിയൻ മല ചുമക്കും എന്ന ചൊല്ല് നമുക്കറിയാവുന്നതല്ലേ. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു, മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മലമ്പ്രദേശം കഷ്ടപ്പാടിൻ്റെ കാര്യമാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നത് കഷ്ടപ്പാടാണ്. ഒരു 2 മണിക്കൂർ, ഒരു 4 വിഷയം എടുക്കുക. ഒരു 2 മണിക്കൂർ, അരമണിക്കൂർ വീതം 4 വിഷയത്തെ ഡിവൈഡ് ചെയ്ത് ഒന്ന് പഠിച്ചു നോക്കാം. അരമണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. കാരണം പഠനം ബ്രെയിനിൻ്റെ വർക്കാണ്, നന്നായിട്ട് ടയേർഡാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ അമ്മ എന്നെ പഠിക്കാനൊന്നും വിടണ്ട അമ്മ, ഞാൻ പഠിക്കോയിക്കോളാം എന്ന് പറഞ്ഞ പണ്ടത്തെ തലമുറ പഠിക്കാൻ കഴിയല. കാരണം അത് ഇത്തിരി പാടാണ്. എന്തേലും പണി ചെയ്ത് ജീവിക്കാൻ എളുപ്പമാണ് പഠിക്കുന്നതിനേക്കാൾ. അപ്പം പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് ഏറ്റെടുക്കാൻ സാധിക്കണമെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് നല്ല ആഗ്രഹമുണ്ടാകണം. പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം. നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഫുൾ A+ കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. കർത്താവിനെ ഉള്ളിൽ കിട്ടിയ കർത്താവിനെ മറിയത്തിന് നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മക്കൾക്ക് ഇല്ലാത്ത കാശൊക്കെ മുടക്കി ഒരു പഠനത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സ് ഞാൻ നന്നായിട്ട് പൂർത്തിയാക്കണമെന്ന് മക്കൾക്ക് ആഗ്രഹം ഉണ്ടാകണം. ചിലപ്പോൾ മക്കളെ പഠിക്കാൻ വിട്ടിട്ട് പ്രണയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉഴപ്പിൻ്റെ പേരിലോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിലോ പഠനം നന്നായിട്ട് പഠിക്കാൻ പറ്റാതായാൽ അപ്പനമ്മയും പറയല, നിനക്ക് വേണ്ടി മുടക്കിയ പൈസ വെറുതെ പോയടാ, നിനക്ക് വേണ്ടി മുടക്കിയ പൈസ വെറുതെ പോയി. മറിയത്തിൻ്റെ ഉത്സാഹം, ഡിസയർ, ആഗ്രഹം, മറിയത്തിൻ്റെ ആഗ്രഹം കൊണ്ട് മറിയത്തിന് കൃപ വീണ്ടും കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടത്. അതായത് മറിയത്തിന് പരിശുദ്ധാത്മാവിനെ കിട്ടി, പരിശുദ്ധാത്മാവിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കാതെ പരിശുദ്ധാത്മാവിനെ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ശുശ്രൂഷയിലേക്ക് മറിയം ഉടനെ പ്രവേശിച്ചു. അതാണ് എലിസബത്തിനെ സഹായിക്കാൻ പോയത്. അതാണ്. അപ്പം ഒട്ടനെ തന്നെ നല്ല ആഗ്രഹം ഉണ്ടാണ്. നമുക്ക് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയാം. നമ്മുടെ കൂട്ടുകെട്ടിലെ പലർക്കും നന്നായിട്ട് പഠിക്കണമെന്നോ നല്ല ഉദ്യോഗം മേടിക്കണമെന്നോ ചിലപ്പോൾ ആഗ്രഹമുണ്ടാകിയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വഴിവക്കിലിരുന്ന വീടിയും വലിച്ചും വായ്നോട്ടവും നടത്തിയിരിക്കുന്ന അപ്പൂപ്പന്മാരൊക്കെ ഇല്ല, ചേട്ടന്മാരൊക്കെ, അവർ പണ്ടും അങ്ങനെ ഇരുന്നവരാ. അവർ പണ്ടും വഴിവക്കിലിരുന്നവരാ. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു PSC പരീക്ഷയുടെ ഒരു നിർദ്ദേശം പോലും ഉണ്ടായിട്ടുണ്ടാകിയല്ല. ഒരു PSC പരീക്ഷയുടെ നിർദ്ദേശം കൂട്ടുകെട്ടിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ നല്ല കൂട്ടുകെട്ടുണ്ടാകണം, നല്ല ആഗ്രഹമുണ്ടാകണം. അതുകൊണ്ടാണ് ഈ ആഗ്രഹം മറിയം ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലേ, ലൂക്ക 1:53, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. വിശക്കുന്നവർക്കേ വിശിഷ്ട വിഭവം കിട്ടൂ. പന്നിക്കൂട്ടിക്കടന്ന് ധൂർത്തപുത്രന് പോലും പിതാവിൻ്റെ അടുക്കൽ വരണം, അനുഗ്രഹം പ്രാപിക്കണം എന്നൊരു വിശപ്പുണ്ടായി. എനിക്ക് പഠിക്കണം, എനിക്ക് നല്ല മാർക്ക് മേടിക്കണം. എൻ്റെ അപ്പനും അമ്മയ്ക്കും പഠിക്കാൻ പറ്റിയില്ല, അവർക്ക് അത്രയും റേഞ്ച് പിടിക്കാൻ പറ്റിയില്ല, എനിക്ക് അവരെക്കാൾ അപ്പുറം എനിക്ക് റേഞ്ച് പിടിക്കണം, അല്ലെങ്കിൽ അത്ര കൂടുതൽ എനിക്ക് അധ്വാനിക്കണം എന്നൊരു ആഗ്രഹം. വിശക്കുന്നവർക്ക് വിശിഷ്ടവും കിട്ടും. വെറുതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നവർക്ക് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവത്തിന് മുമ്പിൽ സമർപ്പണം നന്നായിട്ട് നടത്തുന്നവർക്ക് നല്ല വിശിഷ്ട വിഭവം കിട്ടും. ഇനി നമ്മൾ മറ്റൊരു കാര്യമാണ്, മറിയം ഇങ്ങനെ സഹായിക്കാൻ പോയല്ലോ. മറിയം സഹായിക്കാൻ പോയി.
എലിസബത്തിനെ സഹായിക്കാൻ പോയി. ഈ ഒരു സഹായം നമുക്ക് വേണം. മറ്റുള്ളവരെ സഹായിക്കണം. അത് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ നവനാളിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വചനം മാറ്റി നമ്മൾ വായിച്ചത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കഥ, ഇന്നത്തെ സുവിശേഷം താലന്തിൻ്റെ ഉപമയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 3 കഥകൾ പറയുന്നുണ്ട്. 1 10 കന്യകമാരുടെ കഥ, 2 താലന്തിൻ്റെ കഥ, 3 അവസാന വിധി. നീ ഈ ചെറിയവരിൽ എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്, ഈ ചെറിയവരിൽ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്ന കഥ. അപ്പം അതിൽ ആദ്യത്തെ കഥ നീതിയാണ്. നീതിയെക്കുറിച്ചാണ് ആദ്യത്തെ കഥ പറയുന്നത്. അതായത് പഠിക്കാനായിട്ട് സ്കൂളിൽ കൊണ്ട് ചേർത്ത് പഠിക്കണമെന്നുള്ളത് നമ്മൾ മാതാപിതാക്കളോട് കാണിക്കുന്ന നീതിയാണ്. അവരെ യാത്ര പുറപ്പെട്ടു, വിളക്ക് കയ്യിലെടുത്തു, വിളക്കിലൊഴിക്കാൻ എണ്ണ കൂടി കയ്യിൽ കരുതണ്ടേ? അതാണ് നീതി. പഠിക്കാൻ സ്കൂളിൽ പോയി പുസ്തകമൊന്നും കൊണ്ടുപോകുന്നില്ല, ഒരു നോട്ട് ബുക്ക് മാത്രം പാൻറ്റിൻ്റെ ഇടയിൽ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് നീതിയാണോ? റെഗുലറായിട്ട് ക്ലാസ്സിൽ പോകാത്തത് അത് നീതിയാണോ? പഠനത്തോടുള്ള നീതിയാണോ? നീതി. ഇനി 1 താലന്ത് കിട്ടിയവൻ കുഴിച്ചിട്ടു, അത് വിശ്വസ്തനല്ല. ഇല്ല, ചിലപ്പോൾ മക്കളും പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഉഴപ്പി നടക്കുന്നവർ വിശ്വസ്തരല്ല. ഒന്നും കിട്ടില്ല, അവരുടെ ഉള്ളതെന്ന് കരുതുന്നത് പോലും എടുക്കപ്പെടും. അപ്പം വിശ്വസ്തത. ഇനി കാരുണ്യം കാണിക്കണം. ചിലപ്പോൾ അപ്പനും അമ്മയും കാശ് മുടക്കി പഠിപ്പിച്ചതല്ലേ, അവരോടൊരു കാരുണ്യം വേണ്ടേ? ചിലപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും അമ്മ എന്തെങ്കിലും പറയുന്നത്, മോനെ ഒരു പാരസെറ്റമോൾ മേടിച്ചോണ്ട് വാടാ, എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ എന്ന് പറയുമ്പോൾ, പിന്നെ എനിക്കിപ്പോൾ പഠിക്കാനുണ്ട് എന്ന് പറയരുത്. ആ ഒരു കുഞ്ഞ് സഹായം ചെയ്താൽ അനുഗ്രഹം. ഇനി പഠിക്കുന്ന ചില പിള്ളേർക്ക് പഠനത്തിൽ ചില കുഴപ്പങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഒന്ന് സഹായിച്ചു കൊടുത്താൽ, ചിലപ്പോൾ മാത്തമെറ്റിക്സിനോ ഇംഗ്ലീഷിനോ കെമിസ്ട്രിക്കോ ഫിസിക്സിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക്, സഹപാഠിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കാനായിട്ടുള്ള കഴിവ് നമുക്ക് വേറെ രീതിയിൽ ദൈവം തരും. അപ്പോൾ നമ്മൾ സഹായിക്കണം. ഒരുത്തൻ ഇങ്ങനെ എനിക്കെല്ലാം അറിയാം, മാത്തമെറ്റിക്സ് ഞാൻ സൂപ്പറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലാവരോടും വാതോരാതെ പറഞ്ഞു, ഒരു അവയർനെസ് ഇല്ലാതെ അവന് അങ്ങനെ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് അവൻ എല്ലാവരോടും പറഞ്ഞു നടന്നു. അപ്പോൾ 2 പേര് സഹായം ചോദിച്ചു വന്നു, ഞങ്ങളെയും കൂടി പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു വന്നു. അവൻ നല്ല പഠിപ്പിക്കൽ, നല്ല ടീച്ചർ കളിച്ച് അവസാനം SSLC പരീക്ഷയ്ക്ക് മാർക്ക് വന്നപ്പോഴും ആരവൻ്റെ കീഴിൽ പഠിച്ചോ അവർക്ക് നല്ല മാർക്ക്, ഇവന് മാർക്കില്ല. അപ്പം നമുക്കൊരു അവയർനെസ് കൂടി വേണം. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും നടക്കരുത്. അതാണ് യഥാർത്ഥത്തിൽ മറിയത്തിൻ്റെ ക്വാളിറ്റി കുട്ടികൾക്ക് വളരെ ഉപകാരമാണ്. നമുക്കതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പഠനമേഖലയെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. അവരുടെ നല്ല നടത്തിപ്പ്, നല്ല വിശ്വാസത്തിൽ, നല്ല സന്മാർഗ രീതിയിൽ അവർ വളരാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ, നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ, നിൻ സുതനീശോയെ പഠിപ്പിച്ച പോലെ എന്നെയും പഠിപ്പിക്കണേ. ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ നീ വളർത്തി, വിനയത്തിലും വിശുദ്ധിയിലും ഈശോയെ നീ വളർത്തി. അമ്മേ അമ്മേ നിൻ സുതനീശോയെ പോലെ എന്നെയും നന്മയിൽ വളർത്തേണമേ, നിൻ സ്നേഹ പാഠശാലയിൽ ഞാനും പഠിക്കട്ടെ അമ്മേ. ലൂക്കാ 2:52 മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ. വാതുറന്ന് വചനം പറയാൻ അറിയാവുന്ന മക്കൾ ഈ വചനം പഠിച്ച് സ്വയം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ മക്കൾക്ക് ഈ തിരുനാൾ ദിവസങ്ങളിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ. ആമേൻ.